Hi friends, welcome to Neema's Tips and Tricks. ഇന്ന് നമ്മൾ ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുവാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാവുന്നതാണ്. കായപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, എണ്ണ 1/4 കപ്പ്, വിനാഗിരി 1/4 കപ്പ്, കടുക് പരിപ്പ് 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വറുത്തു പൊടിച്ച ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, വെളുത്തുള്ളി അരിഞ്ഞത് 15 എണ്ണം, ഇഞ്ചി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം, പച്ചമുളക് അരിഞ്ഞത് 2 എണ്ണം, വേപ്പില കുറച്ച്, ഈന്തപ്പഴം കുരു കളഞ്ഞ് അരിഞ്ഞത് 20 എണ്ണം, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10 ചെറുനാരങ്ങയാണ്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ഇതിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കാണുന്ന ചെറുനാരങ്ങകൾ മുറിച്ച് ഉപ്പിലിട്ട് ഏകദേശം ഒരു 20-25 ദിവസം വെച്ചതിന് ശേഷമാണ് ഈ അച്ചാർ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിനാൽ അച്ചാറിന് കൂടുതൽ സ്വാദും കിട്ടും. ഇനി നമുക്ക് ഓരോ നാരങ്ങയും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുരു കളഞ്ഞ് എടുക്കാം. ഞാനിപ്പോൾ ഇത് 4 എണ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. വീണ്ടും മുറിക്കുക. ആദ്യം 2 ആക്കുക, പിന്നെ വീണ്ടും മുറിക്കുക. ഇതുപോലെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നാരങ്ങയും മുറിച്ചെടുക്കാം. ഞാനിവിടെ എല്ലാ ചെറുനാരങ്ങയും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 2 3 നല്ലതുപോലെ മിക്സ് ചെയ്യുക.
ശേഷം ഈ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങകൾ ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങകൾ ഈ ഗ്ലാസ് ബോട്ടിൽ ഇടാം. ദിവസേന ബോട്ടിൽ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ഏകദേശം ഒരു 20-25 ദിവസമോ ആകുമ്പോൾ ഈ ചെറുനാരങ്ങകൾ നല്ല സോഫ്റ്റായി കാണും. കൂടെ വെള്ളവും കാണാൻ സാധിക്കും. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ എടുത്ത് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുക് പരിപ്പ് ചേർക്കുക. പിന്നെ കറിവേപ്പില, കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച നിറം മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നിറം മാറിയിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, നമ്മുടെ കായപ്പൊടി, കൂടെ മുളക് പൊടിയും. പൊടിയുടെയൊക്കെ പച്ച നിറം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ ഈന്തപ്പഴവും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വിനാഗിരിയും പഞ്ചസാരയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കാൻ വെക്കാം. ഒരു തവണ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അച്ചാർ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാം. ഞാനിവിടെ അച്ചാർ ക്ലീൻ ആയിട്ടുള്ള കുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു 1-2 ആഴ്ച വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.